ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരെങ്കിലും കാണുമോ? എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കിടുക്കൻ ചിത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഒരു സാധാരണ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്ന സമയമാണ് ആ പെൺകുട്ടിക്ക് ഒരു ലക്ഷറി ഷെഫിന്റെ കീഴിൽ ഒരു വലിയ ഹോട്ടലിൽ ജോലി ചെയ്യാനായി ഒരു അവസരം ലഭിക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തപ്പെടുന്ന അവൾ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഞെട്ടിക്കുന്ന ചില നിഗൂഢതകളിലേക്കാണ് പെട്ടെന്ന് കടന്നു ചെല്ലുന്നത്. അത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന സംഭവബഹുലമായ സംഭവങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2023 റിലീസായ ഹങ്കർ എന്ന ഒരു തായ് ചിത്രമാണ് ഇത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു കൂട്ടം ഷെഫ്സിനെ കാണിച്ചുകൊണ്ടാണ്. അവരുടെ ടീമിന്റെ പേര് ഹങ്കർ എന്നാണ്. ആ ടീമിന്റെ ലീഡറായ ഷെഫിന്റെ പേര് പോൾ എന്നുമാണ്. പോൾ വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ടീം കുക്ക് ചെയ്യുന്ന ആഹാരം വളരെ സ്വാദിഷ്ടമേറിയതാണ്. അത് ഒരു വട്ടം കഴിച്ചാൽ പിന്നീട് കഴിക്കാനേ തോന്നിക്കൊണ്ടിരിക്കും. അത്രയേറെ എന്തോ ഒരു എലമെന്റ് അവരുടെ ഫുഡിലുണ്ട്. തന്റെ ടീമിനിട്ടിരിക്കുന്ന പേര് പോലെ തന്നെ തന്റെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും തന്റെ ഫുഡിനോട് ഒരു ഹങ്കർ തോന്നി എത്തണമെന്ന് പോളിന് നിർബന്ധമാണ്. ഒരുപാട് പണക്കാര് പോളിനെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിച്ച് വലിച്ചു വാരി തിന്നാറുണ്ട്. പോൾ ആ നാട്ടിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു ലക്ഷറി ഷെഫാണ്. അങ്ങനെ ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ്സ് വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോളിലേക്കാണ്. ഇത് ചെറുതാണെങ്കിലും വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു കടയാണിത്. തലമുറകളായി കൈമാറി വരുന്ന കട ഇപ്പോൾ നടത്തുന്നത് AUE എന്ന ഒരു പെൺകുട്ടിയാണ്. ഒരിക്കൽ അവൾ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഒരാൾ അവിടേക്ക് എത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾക്കൊരു കാർഡ് കൊടുക്കുന്നു. അത് ഹങ്കറിന്റെ ബിസിനസ് കാർഡായിരുന്നു. തങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് അയാൾ AUE ക്ഷണിക്കുകയാണ്. അവൾ അതിനെപ്പറ്റി വലിയ കാര്യമായേ എടുക്കുന്നില്ല. അവൾ പിന്നീട് ഫ്രണ്ട്സിന്റെ കൂടെ കാഷ്വലായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ തനിക്ക് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടി, ഹങ്കർ എന്നോ മറ്റോ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അവൾ വളരെ കാഷ്വലായി ഇത് പറയുമ്പോൾ കൂട്ടുകാർ ഇത് കേട്ട് വളരെ സർപ്രൈസ്ഡ് ആവുന്നു. ഹങ്കറിന്റെയോ? ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. നീ തീർച്ചയായും ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് പോകണം. നിനക്ക് നിന്റെ കരിയറിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായി സാധിക്കുമെന്നെല്ലാം അവര് പറയുന്നു. പക്ഷെ ഇന്ന് വരെ AUE ഹങ്കറിനെ പറ്റി അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ ഷെഫ് പോളിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഹങ്കർ എന്ന ടീമിനെ പറ്റിയും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു. ഷെഫ് പോൾ തായ്ലൻഡിലെ വളരെ ഫേമസ് ആയ ഒരു ലക്ഷറി ഷെഫ് ആണെന്നും അദ്ദേഹത്തിന്റെ ഫുഡിനൊക്കെ ഗംഭീര ടേസ്റ്റ് ആയതുകൊണ്ട് അതിന് വൺ ഡിമാൻഡ് ആണെന്നും ഒരുപാട് VIP-കൾ ഇദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ടെന്നും പക്ഷെ അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തത് പ്രകാരമേ അദ്ദേഹം ആ ഒരു സർവീസ് അവൈലബിൾ ആക്കാറുള്ളെന്നും വൻ തുകയാണ് അദ്ദേഹത്തിന്റെ ഫീസ് എന്നുമെല്ലാം അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം AUEക്ക് ഹങ്കറിന്റെ ആ ഒരു ബിസിനസ് കാർഡ് കൊടുത്ത ആ കസ്റ്റമർ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ പേര് ടോൺ എന്നാണ്. ടോൺ അവളെ പിക്ക് ചെയ്യാനായി കാറിലെത്തുന്നു. അങ്ങനെ ടോണിന്റെ കൂടെ ഷെഫ് പോളിന്റെ ടീം ഹങ്കറിന്റെ സ്ഥലത്തേക്ക് ചെല്ലുന്ന AUE അവിടുത്തെ കിച്ചൺ കണ്ട് അന്തം വിട്ടു പോവാണ്. കാരണം അവിടെ ഇല്ലാത്ത എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഒപ്പം തന്നെ എത്ര നീറ്റ് ആയിട്ടാണ് അവ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവൾ അവിടെ അങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുന്ന സമയം അവിടേക്ക് മറ്റാളുകൾ എത്തുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി എന്ന് പറഞ്ഞ് അങ്ങനെ ടീമിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ടെസ്റ്റ് നടത്താനായി പോകുന്നു. അവിടെ തന്റെ ടീമിലുള്ള ഒരു ഷെഫിനെ ഷെഫ് പോൾ സെലക്ട് ചെയ്യുന്നു. അയാൾക്കും AUEക്കും തമ്മിൽ ഒരു ഫ്രൈഡ് റൈസ് കുക്കിംഗ് മത്സരം പോൾ നടത്തുകയാണ്. ഇത് വളരെ ഈസിയായി തോന്നുന്ന AUEയുടെ ഒപ്പോണന്റ് ആയ അയാൾ കുക്കിംഗ് ആരംഭിക്കുന്നു. അയാൾ വളരെ പ്രീമിയമായ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതേ വിഭവം തന്നെ മറ്റൊരു രീതിയിൽ കംപ്ലീറ്റ് ആയി അയാൾ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ നിന്ന് വേറിട്ട ഒരു സ്റ്റൈലാണ് AUE ഉണ്ടാക്കുന്നത്. അവൾ പ്രീമിയം പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ മിച്ചമുണ്ടായിരുന്ന ചോറും കുറച്ച് മുട്ടയും കുറച്ച് സീസണിങ്ങും ഒക്കെ എടുത്ത് അങ്ങനെ ഫ്രൈഡ് റൈസിന്റെ കുക്കിംഗ് ആരംഭിക്കുന്നു. അങ്ങനെ രണ്ടുപേരും തകൃതിയിൽ കുക്ക് ചെയ്ത് നിർത്തുമ്പോൾ ഇനി ഷെഫ് പോളിന്റെ ഭാഗമാണ്. അദ്ദേഹം വന്ന് ടേസ്റ്റ് ചെയ്ത് ആരാണ് വിജയിച്ചതെന്ന് പറയണം. പോളെത്തി ടേസ്റ്റ് പോലും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് വിജയിയായി പ്രഖ്യാപിക്കുന്നത് AUE ആണ്. അവളെ ടീമിലേക്ക് എടുക്കുന്ന അതേസമയം തോറ്റ ആളിനെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ അയാൾ വളരെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ട് പാചകം ചെയ്തിട്ടും എന്റേത് കൊള്ളില്ല, ആ കൊച്ചിന്റെ കൊള്ളാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നു. ആ സമയത്ത് ആ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യുന്ന അയാൾക്ക് തന്റേതല്ല AUEയുടെ തന്നെയാണ് നല്ലതെന്നും മനസ്സിലാവുന്നു. അങ്ങനെ തന്റെ ടീമിലേക്ക് AUE എടുത്ത ഷെഫ് പോൾ അവളോട് എത്രയും പെട്ടെന്ന് നീ വർക്ക് ചെയ്ത ഏരിയ ക്ലീൻ ചെയ്ത ശേഷം ഷെഫ്സിന്റെ ഡ്രസ് ഇട്ട് ജോയിൻ ചെയ്യാനായി പറയുന്നു. അങ്ങനെ ടോൺ AUEയെ അവിടെ കൊണ്ടു നടന്ന് കാണിക്കുന്നു. ഇവിടുത്തെ ഓരോ ഷെഫ്സിനും ഓരോ ടാസ്കുകൾ ഉണ്ട്. AUEക്കും അധികം വൈകാതെ അവൾക്കുള്ള ടാസ്ക് കിട്ടുമെന്ന് പറയുന്ന ടോൺ AUE ഇവിടുത്തെ അസിസ്റ്റന്റ് ഷെഫ് ആണെന്ന് പറയാണ്. ടോണിന്റെയും ഇവിടുത്തെ തസ്തിക അസിസ്റ്റന്റ് ഷെഫ് എന്നതാണ്. അങ്ങനെ അവിടെ AUE ഉള്ള സമയത്ത് ഷെഫ് പോളെത്തി അവർക്ക് അടുത്തതായുള്ള ജോലിയുടെ കാര്യം പറയുന്നു. അടുത്തതായി അവർ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടക്കുന്ന ബർത്ത്ഡേ പാർട്ടിക്കാണ്. അതിന് ഒരു പ്രത്യേക തീമാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. രക്തത്തിന്റെയും മാംസത്തിന്റെയും തീമിലുള്ള ഒരു വിഭവം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, മാംസമാണ് പ്രധാന ഇൻഗ്രീഡിയന്റ്. ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ടാസ്കിന്റെ ഹെഡായി ഷെഫ് പോൾ നിയമിക്കുന്നത് ടീമിൽ നിന്ന് AUE ആണ്. മീറ്റ്
വളരെ ഫൈനായി കട്ട് ചെയ്ത് ഏത് രീതിയിൽ കുക്ക് ചെയ്യണം എന്നെല്ലാം ഷെഫ് പറയുന്നു. പക്ഷെ ആ രീതിയിൽ ചെയ്യാനായി എയോയോട് പറയുമ്പോൾ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം അവൾ ഇന്ന് വരെ ഇവിടുത്തെ കണക്ക് മോഡേൺ പ്രീമിയം എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു എൻവയോൺമെന്റിൽ അവൾ വർക്ക് ചെയ്തിട്ടില്ല. ഇതുപോലത്തെ സെറ്റപ്പോ ഇതുപോലത്തെ ഡിഷിന്റെ തീമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഇതൊക്കെ അവൾക്ക് വളരെ പാടായിരുന്നു. അവൾ ഷെഫ് ചെയ്ത പോലെ കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. ഷെഫ് ആ സമയത്തെല്ലാം അവളെ നന്നായി ശകാരിക്കുന്നു. നീ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യും വരെ പ്രാക്ടീസ് ചെയ്യ്. ഇൻ കേസ് നീ ഇത് ചെയ്യാൻ തയ്യാറല്ല, ഗീവ് അപ്പ് ചെയ്യാനാണ് നീ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മിസ്സാവുന്നത് എന്ന് പറഞ്ഞ് ഷെഫ് പോകുന്നു. അടുത്ത ദിവസം രാവിലെ വരെയാണ് എയോയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയി കുക്ക് ചെയ്യണോ അതോ ഇവിടെ നിന്ന് പോകണോ എന്ന് തീരുമാനിക്കാനുള്ള സമയം. ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ടാസ്കിൽ തന്നെ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് തനിക്കുണ്ടാക്കുന്ന ഷെഫ് പോളിന്റെ കീഴിൽ ജോലി ചെയ്യാൻ വയ്യ, താൻ തന്റെ ആ കടയിൽ തന്നെ പൊക്കോളാന്ന് എയോയി കരുതുന്നുണ്ട്. പക്ഷെ പിന്നെയും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇത് മിസ്സാക്കിയാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന അവൾ തിരിച്ചെത്തി കിച്ചണിൽ ചെന്ന് കുക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ കുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. ആദ്യമെല്ലാം നന്നായി തന്നെ പണി പാളുന്നുണ്ട്. എങ്കിലും അവൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ആ കിച്ചണിലാവുന്നു. എല്ലാവരും ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ അപ്പോഴും നിന്ന് പ്രാക്ടീസ് ചെയ്യാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഷെഫ്സ് കിച്ചണിലേക്ക് എത്തുമ്പോൾ കാണുന്നത് എയോ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് തളർന്ന് അവിടെ നിലത്ത് കിടക്കുന്നതാണ്. എന്തായാലും അവളുടെ പരിശ്രമം വെറുതെ ആയില്ല. രാത്രി മുഴുവൻ ഉറക്കമുളച്ച് പ്രാക്ടീസ് ചെയ്ത് അവൾക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഷെഫ് പോൾ പറഞ്ഞ പോലെ തന്നെ ആ മീറ്റ് കുക്ക് ചെയ്ത് അയാൾക്ക് കൊടുക്കാനായി സാധിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ കൈയെല്ലാം പൊള്ളലുകളും മുറിവുകളുമായിരുന്നു. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തത്. അങ്ങനെ എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ബർത്ത്ഡേ പാർട്ടി ദിവസമാണ്. ആ VIP കളുടെ മുന്നിൽ ഭക്ഷണം ഉണ്ടാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഷെഫ് പോളിന്റെ നേതൃത്വത്തിൽ ടീം ഹങ്കർ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി സെർവ് ചെയ്യുന്നു. പ്രത്യേകിച്ച് എയോയി ഉണ്ടാക്കുന്ന ആ ഒരു ഇറച്ചി വിഭവം ലൈവായി ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവൾ അത് വളരെ മനോഹരമായി പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്ത് അത് കഴിക്കുന്നവർക്ക് അതിന്റെ ടേസ്റ്റ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പാത്രം വരെ നക്കി വടിച്ചെടുക്കുന്ന രീതിയിലേക്ക് അതിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേ പാർട്ടിയിൽ തന്നെ ടിയോ എന്ന ഒരു ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു ഓൺട്രപ്രണർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ടിയോ പലപ്പോഴും ഷെഫ് പോളിനെ തന്റെ കീഴിൽ കൊണ്ടുവന്ന് തന്റെ ബിസിനസ്സിലെ ഷെഫ് പോളിനെ ഒരു ഭാഗമാക്കാനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോൾ ഒരിക്കലും പിടികൊടുത്തിട്ടില്ല. ഇവിടെ വെച്ച് എയോയുടെ ഭക്ഷണത്തിന്റെ ആ ടേസ്റ്റ് ആസ്വദിക്കുന്ന ടിയോ എയോയ്ക്ക് തന്റെ ബിസിനസ് കാർഡ് കൊടുക്കാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം മുതൽ ടോണിന്റെ കൂടെ എയോയി ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാനായി പോകുന്നുണ്ടായിരുന്നു. ഷെഫ് പോൾ എന്ത് കാരണം കൊണ്ടും തന്റെ ഇൻഗ്രീഡിയൻസിൽ ഒരു രീതിയിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ലെന്നും നല്ല വില കൊടുക്കേണ്ടി വന്നാലും നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് മാത്രമേ പോൾ വാങ്ങാറുള്ളൂ എന്നും അവൾ അറിയുന്നു. എപ്പോഴും ഫുഡിന്റെ ടേസ്റ്റ് അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നത് അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കാം സാധാരണക്കാര് കഴിക്കുന്ന ഭക്ഷണത്തിനും പണക്കാര് കഴിക്കുന്ന ഭക്ഷണത്തിനും വ്യത്യാസമെന്ന് അവൾ കരുതുന്നു. അങ്ങനെ പിന്നീട് അവർക്ക് വലിയൊരു ഇവന്റ് വീണ്ടും ലഭിക്കുന്നു. തന്റെ ടീമിലുള്ള എല്ലാവർക്കും ഷെഫ് പോൾ ഓരോ ഡിഷിന്റെ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടും തനിക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന അവൾ ഷെഫ് പോളിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാൾ അവളോട് നീ പാത്രം കഴുകുക, ഇവിടൊക്കെ വൃത്തിയാക്കുക, വേസ്റ്റ് കൊണ്ടേ കള എന്നിങ്ങനത്തെ ജോലി കൊടുക്കുന്നു. ഇത് കേട്ടപാടെ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ജോലി തരാനായി അവൾ പറയുന്നുണ്ടെങ്കിലും അയാൾ കേൾക്കുന്നില്ല. ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടാണ് ജോലി ചെയ്യുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? കഴിഞ്ഞ ദിവസം നിന്റെ ഭക്ഷണം കഴിച്ച കുറച്ച് ഗസ്റ്റുകള് നിന്നെ പുകഴ്ത്തി പറഞ്ഞു എന്ന് കരുതി നീ ഇവിടെ സ്പെഷ്യൽ ഒന്നും ആയിട്ടില്ല, എല്ലാവരെയും പോലെ തന്നെ ഉള്ളൂ നീ എന്ന് പറയുന്നു. ഒപ്പം തന്നെ നിനക്ക് ഞാൻ ഒരു ചോപ്പിംഗ് ടെസ്റ്റ് വെക്കാമെന്ന് പറഞ്ഞ് തന്റെ ടീമിലെ ഒരു മെമ്പറിന്റെ കൂടെ ചോപ്പിംഗ് ടെസ്റ്റ് വെക്കുകയാണ് ഷെഫ് പോൾ. അതിൽ ഈ രണ്ടുപേരും ക്യാബേജ് സ്പീഡിൽ അരിയണം. ആരാണ് ഏറ്റവും സ്പീഡിൽ നല്ല ഷേപ്പിൽ നന്നായി അരിഞ്ഞു കഴിയുന്നത് അവരായിരിക്കും വിജയി. ഈ ടീം അരിയുന്നതിന്റെ ഇടയിൽ എയോയി കൈ മുറിച്ച് രക്തം വരുന്നു. ഒരിക്കലും ഒരു ഷെഫ് ഭക്ഷണം പാചകം ചെയ്യാനായി ഇൻഗ്രീഡിയൻസ് വെട്ടി നുറുക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലെ കൈ മുറിച്ച് രക്തം വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് അവൾക്ക് വലിയൊരു നെഗറ്റീവ് മാർക്ക് പോലെ ആവുന്നു. അവൾ പിന്നീട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയം ഷെഫ് പോളിന്റെ അടുത്ത് നിന്ന് അവൾ പഠിച്ച ആ ഒരു ഇറച്ചിയും കൊണ്ടുള്ള ഡിഷ് വീട്ടിലുണ്ടാക്കുന്നു. അത് അവൾ വീട്ടുകാർക്ക് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന അവർ ഞങ്ങൾക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് നമ്മുടെ ആ സാധാരണ നൂഡിൽസ് മറ്റും തന്നെയാണ് നല്ലതെന്ന് പറയുന്നു. ഈ സമയത്താണ് അവൾക്ക് ഫുഡിന്റെ കാര്യത്തിലും പാവപ്പെട്ടവർ പണക്കാര് എന്ന വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവൾ പിന്നീട് താൻ ഉണ്ടാക്കിയ ഭക്ഷണം എത്ര സ്വാദിഷ്ടമുള്ളതായിട്ട് പോലും സാധാരണക്കാര് കഴിക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ച ശീലമുള്ള തന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നവൾ അടുത്ത ദിവസം ടോണിനോട് ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ സാധാരണക്കാര് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പകറ്റാനും സർവൈവ് ചെയ്യാനും വേണ്ടിയാ, പക്ഷെ പണക്കാരെ സംബന്ധിച്ച് അവരുടെ പൊങ്ങച്ചത്തിന്റെയും വെൽത്തിന്റെയും ഒക്കെ ഒരു അടയാളമാണ് ഫുഡ്. അതാണ് ആ ഒരു വ്യത്യാസമെന്ന് അവൻ പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഹങ്കറിന്റെ കിച്ചണിൽ ഉള്ള സമയം അവിടേക്ക് ഷെഫ് പോൾ എത്തുന്നു. ആ ടൈം അതിലൊരു ഷെഫ് പുക വലിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നത് പോളിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പോൾ വളരെ ദേഷ്യത്തിൽ അയാൾ പാചകം ചെയ്തുകൊണ്ടിരുന്ന
ഭക്ഷണം അതേ ചൂടോടുകൂടി തന്നെ അയാളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നീ ഇങ്ങനെ പുക വലിച്ചുകൊണ്ട് പാചകം ചെയ്യുമ്പോൾ അതിന്റെ ഒരു അംശം എങ്ങാനും ആ ഭക്ഷണത്തിൽ വീണാല് കസ്റ്റമേഴ്സിനോട് ആര് സമാധാനം പറയുമെന്നാണ് പോള് ചോദിക്കുന്നത്. പോൾ അങ്ങനെ അയാൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ടെങ്കിലും പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് മറ്റൊരു കാര്യത്തിനായിരുന്നു. ഈ കൂട്ടത്തിൽ ആരോ ഒരാൾ കള്ളനായിട്ടുണ്ട്. ഇവിടെ വാങ്ങുന്ന പ്രീമിയം ക്വാളിറ്റി മീറ്റ് എല്ലാം ആരോ കട്ടുകൊണ്ട് പോകുന്നുണ്ട്. CCTV പരിശോധിച്ചാൽ അത് വളരെ ഈസിയായി കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ആ ലെവലിലേക്ക് പോയാണ് ഞാൻ കള്ളനെ കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായും പോലീസ് കേസിലെ കാര്യങ്ങൾ അവസാനിക്കൂ. അതുകൊണ്ട് ആരാണ് എടുത്തത് എന്ന് വേഗം സമ്മതിച്ചാല് അത്രയും എളുപ്പമായിരിക്കുമെന്ന് പോള് പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ഷെഫ് കൈ ഉയർത്തുന്നു. വളരെ കാലങ്ങളായി ഹങ്കറിലെ ഒരു അംഗമായിരുന്ന ഇയാൾ ഇങ്ങനെ ചെയ്തതിന് പോൾ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അയാളും പോളിനൊരു നടുവിരൽ നമസ്കാരം നൽകി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഇവർക്ക് മറ്റൊരു പണക്കാരുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യേണ്ട ജോലി കിട്ടുന്നു. അവിടേക്കുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പോൾ പറയാത്ത ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ചെമ്മീനും കൊണ്ടുള്ള ഒന്നാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാണ് പോൾ അത് കാണുന്നത്. പക്ഷെ ഇവർ ആർക്കാണോ ഭക്ഷണം സെർവ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ കുട്ടിക്ക് ചെമ്മീൻ അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് പോൾ പെട്ടെന്ന് തന്റെ കയ്യിൽ കിട്ടിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഒരു ഡിഷ് തട്ടിക്കൂട്ടി എടുക്കുന്നു. ഒപ്പം തന്നെ ഉണ്ടാക്കാൻ പറയാത്ത ഡിഷ് ഉണ്ടാക്കിയതിന് ആ ഫുഡ് ഉണ്ടാക്കിയ തന്റെ ടീമിലെ മെമ്പറിനെ പോൾ വഴക്ക് പറയുമ്പോൾ അയാൾ ദേഷ്യത്തിൽ പോളിന്റെ വയറ്റിലേക്ക് കത്തി കുത്തുന്നു. തുടർന്ന് ഹോസ്പിറ്റലിലാകുന്ന പോളിന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും പോൾ ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം AOE അവളുടെ റെസ്റ്റോറന്റിൽ അവൾ ഉണ്ടാക്കാറുണ്ടായിരുന്ന ടൈപ്പ് ഒരു നൂഡിൽസ് ഉണ്ടാക്കി അത് പോളിന് കഴിക്കാനായി കൊണ്ടുപോകുന്നു. ആ സമയം പോൾ താൻ എന്തുകൊണ്ടാണ് ഒരു ഷെഫായി മാറിയതെന്ന കഥ അവളുമായി പങ്കുവെക്കുന്നു. കുട്ടിക്കാലത്ത് പോളിന്റെ അമ്മ ഒരു വലിയ പണക്കാരുടെ വീട്ടിൽ മെയ്ഡായിരുന്നു. അമ്മയുടെ കൂടെ ജോലി സ്ഥലത്തേക്ക് പോളും പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവിടുത്തെ വീട്ടുകാര് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന പോൾ പ്രത്യേകം അവിടെ ജാറിലിരിക്കുന്ന ഒരു ഫുഡ് ശ്രദ്ധിക്കുന്നു. അത് ടേസ്റ്റ് ചെയ്യാനായി അതിയായ ആഗ്രഹം തോന്നുന്നപ്പോൾ അടുക്കളയിൽ കയറി അത് എടുത്ത് കഴിക്കാനായി ശ്രമിക്കുന്ന സമയത്താണ് അവിടുത്തെ പയ്യൻ അത് കണ്ടെത്തുന്നത്. അവൻ പോളിനെ കള്ളനെന്ന് വിളിച്ച് പേടിപ്പിക്കുമ്പോൾ പോളിന്റെ കയ്യിൽ നിന്ന് ആ പാത്രത്തോടെ താഴെ വീണ് പൊട്ടുന്നു. തുടർന്ന് പോളിന്റെ അമ്മയെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നു. അമ്മയുടെ ശമ്പളം അടുത്ത കുറെ മാസത്തേക്ക് അവർ കട്ട് ചെയ്യുന്നു. ആ പൊട്ടിയ പാത്രവും ചില്ലും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിലും താഴെ വീണതിൽ നിന്ന് ഒരംശം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പോൾ. ആ സമയത്ത് ഇത് അത്ര ടേസ്റ്റ് ഉള്ളതായി അവന് തോന്നിയതേയില്ല. എന്നാലും ആ ഒരു സംഭവത്തോടു കൂടി പണക്കാര് തന്റെ ഭക്ഷണം കഴിക്കാൻ തന്റെ പുറകെ ക്യൂ നിൽക്കണമെന്ന ആ ഒരു വാശി പോളിനുണ്ടായി. അങ്ങനെയാണ് പോൾ തായ്ലൻഡ് അറിയുന്ന ഒരു വലിയ ഷെഫായി മാറിയത്. അതും പണക്കാര് ക്യൂ നിന്ന് ബുക്ക് ചെയ്ത് വൻ തുക കൊടുത്ത് സർവീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഷെഫ്. അങ്ങനെ പോളിനെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന AOE അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലായ കാര്യം അറിയുന്നു. AOE ഇപ്പോൾ ഹങ്കറിലെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ റെസ്റ്റോറന്റിലെ കുക്കിംഗ് ജോലിയെല്ലാം അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. അങ്ങനെ ജോലി ചെയ്ത് വളരെ ടയേർഡായി അച്ഛന് വയ്യാഴിക വന്നിരിക്കുന്നു. ഈ കാര്യത്തിൽ AOEക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട്. അവളുടെ ഭാവി സേഫ് ആകും, പ്രശസ്തിയിലേക്ക് ചെല്ലാം എന്ന സ്വാർത്ഥതകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ ഈ റെസ്റ്റോറന്റ് ഇട്ടിട്ട് അവൾക്ക് ഇവിടേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത്. അവൾ റെസ്റ്റോറന്റിലെ കാര്യങ്ങൾ തന്നെ നോക്കി മുന്നത്തെ പോലെ നിൽക്കുകയായിരുന്നെങ്കിൽ അച്ഛന് വയ്യാഴിക വരില്ലായിരുന്നു എന്ന് അവൾ കരുതുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ടിവിയിലേക്ക് നോക്കുന്ന AOE ഒരു ന്യൂസ് കാണുന്നു. ലാസ്റ്റായി ടീം ഹങ്കർ ഒരു കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയല്ലോ, ആ കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. അവർക്കുള്ള വൻ കടം കാരണമാണ് അവർ ആത്മഹത്യ ചെയ്തത്. പോളിന്റെ ടീമിനെ വിളിച്ച് ഭക്ഷണം പാചകം ചെയ്യിപ്പിക്കാനായി അടച്ച കാശിന്റെ ഒരംശമുണ്ടെങ്കിൽ തന്നെ എത്ര കടബാധ്യത വീട്ടാൻ സാധിക്കുമായിരുന്നു. എന്നിട്ട് അത് ചെയ്യാതെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് കടം വീട്ടാൻ കാശില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ആളുകളെ പറ്റി ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന രീതിയിൽ AOE ഓർക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഷെഫ് പോൾ തന്റെ ടീം മെമ്പേഴ്സിനെയും കൂടി കൂട്ടി വേട്ടയ്ക്ക് പോയി ഒരു വേഴാമ്പലിനെ പിടിച്ച് പാചകം ചെയ്യാനായി ശ്രമിക്കുന്നത്. ഈ ടീം പാചകം ചെയ്യാനായിട്ട് മറ്റു പല മൃഗങ്ങളെ കിട്ടുമായിരുന്നിട്ടും പ്രിസർവ്ഡ് ആയിട്ട് ഈ വേഴാമ്പലിനെയൊക്കെ ആണെങ്കിൽ വേട്ട ആടാൻ സാധിക്കുന്നതല്ല. അത് സംരക്ഷിച്ചു വരുന്ന ഒരിനം പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതൊക്കെ തെറ്റായി തോന്നുന്ന AOE ടോണിന്റെ കൂടെ ഷെഫ് പോളിന്റെ കീഴിലുള്ള ഹങ്കറിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന AOEക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ മുന്നേ നടത്തിക്കൊണ്ടിരുന്ന റെസ്റ്റോറന്റ് ഇപ്പോൾ അച്ഛൻ വയ്യാതായി കിടപ്പിലായതുകൊണ്ട് തന്നെ നടത്താൻ ആളില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നു. ഇനി അത് തുടർന്ന് നടത്തുക അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. അതും നടത്തിയാൽ ആ ലെവലിൽ നടത്താൻ അവൾക്ക് താല്പര്യമില്ല. കാരണം ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തിരിച്ചിവിടെ എത്തി വീണ്ടും താഴ്ന്ന ലെവലിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്ത അവൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവൾ ടോയിയെ കണ്ട കാര്യം ആലോചിക്കുന്നത്. അദ്ദേഹം അവളെ കണ്ടപ്പോഴേ അവൾക്ക് വേണ്ടി റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്യാൻ താല്പര്യം അറിയിച്ചിരുന്നു. അങ്ങനെ ടോയിയെ കണ്ട് AOE കാര്യങ്ങൾ പറയുന്നു. ടോയി വലിയൊരു തുക തന്നെ മുടക്കി AOEക്ക് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ടുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കുന്നു. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മെനു ഡിഷസ് AOE പ്രിപ്പയർ ചെയ്യുന്നു. അവൾക്കായി ഇപ്പോൾ അവിടെ ഒരു ടീമും ഉണ്ട്. അങ്ങനെ ഈ റെസ്റ്റോറന്റ് വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഇവളുടെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് ഒരുപാട് പേർ അത് കഴിക്കാനായി എത്തുന്നു. അങ്ങനെ
അങ്ങനെ ഇരിക്കെയാണ് തായ്ലൻഡിലെ വളരെ ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാനായി ഫ്ലെയിംസ് എന്ന പേരിൽ AOE തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന് ക്ഷണം ലഭിക്കുന്നത്. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇവർ മാത്രമല്ല പോളിന്റെ ഹങ്കറും അവിടെ ഭക്ഷണം പാചകം ചെയ്യാനായി എത്തിയിരിക്കുന്നു. രണ്ട് ടീംസും മത്സരിച്ച് ഭക്ഷണം ഉണ്ടാക്കി സെർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, അത് ആളുകളെ കൊണ്ട് കഴിപ്പിക്കണം എന്ന ആ ഒരു രീതി മാത്രം ഉള്ളിലുള്ള പോൾ ലൈവായി തന്നെ കുക്ക് ചെയ്യുന്നു. അതും മാംസമൊക്കെ അതേപടി പ്രദർശിപ്പിച്ച് വളരെ റൂഡായ രീതിയിലാണ് പോളിന്റെ കുക്കിംഗ്. പക്ഷെ മറുവശത്ത് AOE ആകട്ടെ വളരെ കാമായി വളരെ സ്നേഹത്തിന്റെ രീതിയിൽ അവൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് AOEയോട് പോള് നിനക്കൊരിക്കലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഞാനാണ് ഏറ്റവും വലിയ ഷെഫ് എന്നെല്ലാം വെല്ലുവിളിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തുന്ന പോലീസ് പോളിനെ അറസ്റ്റ് ചെയ്യുന്നു. വേട്ടയാടാൻ പാടില്ലാത്ത മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്നതിന്റെ പേരിലായിരുന്നു അറസ്റ്റ്. അതിന്റെയൊക്കെ വീഡിയോ തെളിവ് സഹിതം ടോൺ പോലീസിന് നൽകി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ സമയത്താണ് AOEക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. കുട്ടിക്കാലത്ത് നേരിട്ട ഒരു അനുഭവം മൂലം വലിയൊരു ഷെഫായി മാറണം, പണക്കാര് തന്റെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന ആ ഒരു തോന്നൽ ഉള്ളിലുള്ള പോൾ അത് നേടിയെടുക്കുന്നതിന്റെ നെട്ടോട്ടത്തിൽ തന്റെ മനസാക്ഷിയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമുണ്ടാക്കി സെർവ് ചെയ്യുന്നതിനെ ഒരു കച്ചവടമായി മാത്രം കണ്ട പോൾ അത് നേടിയെടുക്കാനായി അയാളുടെ മനസാക്ഷിയെ തന്നെയാണ് സാക്രിഫൈസ് ചെയ്തത്. അയാളുടെ കീഴിൽ ഇടയ്ക്ക് ജോലി ചെയ്ത താനും അയാളെ പോലെ ആകണമെന്ന ചിന്തയിൽ തിരിച്ചു വന്ന് തന്റെ ഫാമിലി റെസ്റ്റോറന്റ് നടത്തുക എന്ന കാര്യം ചെയ്യാതെ അയാളെ പോലെ അല്ലെങ്കിൽ അയാളെക്കാൾ വലിയൊരു ഷെഫ് ആകണമെന്ന രീതിയിൽ പുതിയൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്റെ ഫാമിലിയുടെ കൂടെ താൻ ചെലവഴിക്കേണ്ട സമയങ്ങൾ കുറയ്ക്കുന്ന ഒന്നാണ്. താൻ ഈ വശത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ മറുവശത്ത് തനിക്ക് വലിയ നഷ്ടമാണ് ലൈഫിൽ ഉണ്ടാവുന്നത് എന്നവൾക്ക് മനസ്സിലാവുന്നു. പതിയെ പതിയെ ഈ രീതിയിൽ പോയാൽ താനും ഷെഫ് പോളിനെ പോലെ മനസാക്ഷിയില്ലാത്ത ഒരാളായി മാറുമെന്ന് മനസ്സിലാക്കുന്ന അവൾ ഇതെല്ലാം അവസാനിപ്പിച്ച് അവളുടെ ഫാമിലി റെസ്റ്റോറന്റ് തന്നെ തുടർന്ന് നടത്താനായി തീരുമാനിക്കുന്നു. അങ്ങനെ അതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.